തിരൂർ നഗരസഭാ ഭരണസമിതിയുടെ 11ാമത് അധ്യക്ഷനായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ചുമതലയേറ്റു. വരണാധികാരി ഒ രതീഷിൽ നിന്ന് ഇബ്രാഹിം ഹാജി സത്യവാചകം ഏറ്റുചൊല്ലി. കോൺഗ്രസിലെ യാസിർ പയ്യോളിയാണ് ഇബ്രാഹിം ഹാജിയെ നിർദ്ദേശിച്ചത്. TC സുബൈർ മാസ്റ്റർ പിന്താങ്ങി. LDFിൽ നിന്ന് അഷ്റഫ് തറമ്മൽ ചന്ദ്രശേഖരനെ നിർദ്ദേശിക്കുകയും ഷാഫി മാടമ്പാട്ട് പിന്താങ്ങുകയുമായിരുന്നു. തുടർന്ന് വോട്ടെടുപ്പിനായി ഓപ്പൺ ബാലറ്റ് നൽകി. UDFന് വൻ ഭൂരിപക്ഷമുള്ളതിനാൽ മത്സരം ചടങ്ങ് മാത്രമായി മാറി. കൂടുതൽ വോട്ട് ലഭിച്ച ഇബ്രാഹിം ഹാജിയെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. 40 അംഗ കൌൺസിലിൽ UDFന് 31 LDFന് 8 NDAക്ക് 1 അംഗങ്ങളാണുള്ളത്. തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇവിടെ എല്ലാവിധ ഭാവങ്ങളും ആദ്യമായി നേരുകയാണ്. നഗരപിതാവായി ബഹുമാന്യനായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സാഹിബ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ നമ്മുടെ നാട് ശ്രദ്ധിക്കുന്ന ഒരു നഗരം എന്ന നിലയിൽ തിരൂർ നഗരത്തിൻ്റെ നഗരപിതാവിന് എല്ലാ കാലത്തും അതിൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം കഴിവെക്കുന്നതെല്ലാം ഒന്നാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശേഷി, അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഏത് മേഖലയിലായാലും അദ്ദേഹം എന്ത് കാര്യം ഏറ്റെടുത്താലും ഭംഗിയായി ചെയ്യുമെന്ന് നമുക്കെല്ലാം ഉറപ്പുണ്ട്. നടപ്പിലാക്കി തിരൂരിനെ വികസനത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തിക്കാൻ ബഹുമാന്യനായ ചെയർപേഴ്സന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം. അതിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാവിധ അഭിനന്ദനവും നേരുന്നു. നന്ദി, നമസ്കാരം. സമൂഹത്തിന്റെയും എല്ലാ പിന്തുണയും ഹോൾസെയിലായി അറിയിച്ചുകൊണ്ട് അഭിവാദ്യം നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടിയാണ് ആ കാര്യം കൂടിയാണ്
ഫുട്ബോൾ മേഖലയിൽ സജീവ സാന്നിധ്യം അറിയിച്ച് പ്രവർത്തിച്ചിരിക്കുന്ന ഇബ്രാഹിം ഹാജി ഇന്ന് നമ്മുടെ നഗരസഭയുടെ പിതാവായി നേതൃത്വം വെച്ചിരിക്കുകയാണ്. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സർവ്വവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിനും ടീമിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആശംസകളും നേരുന്നു. സന്തോഷത്തോടും കൂടിയാണ്. കാരണം രാഷ്ട്രീയ, സാമൂഹിക, കാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഇബ്രാഹിം ഹാജി 17ാം വാർഡിൽ നിന്നുമാണ് ജനവിധി നേരിട്ട് കൗൺസിലറായത്. 6ാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. 1995 മുതൽ 6 കൗൺസിലറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എബി നസീമ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഇബ്രാഹിം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇബ്രാഹിം ചെയർമാനെ വന്നത് വലിയ സന്തോഷമുണ്ട്. വികസനത്തിനും അതുപോലെ തന്നെ തിരൂരിൻ്റെ ക്ഷേമ കാര്യങ്ങൾക്കും ജനങ്ങളോടൊത്ത് നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയണം. പിന്തുണയോടാണ് ഞാൻ ഈ സ്ഥലത്തെത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ സഹകരണവും ഉപദേശവും നിർദ്ദേശവും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പിന്തുണയോട് കൂടിയിട്ടാണ് നമ്മൾ ഇബ്രാഹിം ഹാജി ഇന്ന് അധികാരം ഏറ്റിട്ടുള്ളത്. ഒരുപാട് വികസന സ്വപ്നങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ ഈ വിവിധ മേഖലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം ഹാജിക്ക് കഴിയട്ടെ. അതിൽ കൂടെ നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മീഡിയ ന്യൂസ്, തിരൂർ.